ഹലോ ഡിയേഴ്സ്, മാംഗല്യം തന്തുനാനിന സീരിയലിൻ്റെ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജപ്പാൻ ടെൻഡറിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടെൻഡർ ആർക്ക് കിട്ടും? നമ്മുടെ CK ചന്ദ്രബോസിന് തന്നെ കിട്ടുകയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞ് CK ചന്ദ്രബോസ് ശിവാനിയുടെ അടുത്തും അതേപോലെ വസുന്ധരയുടെ അടുത്തും സക്സസ് എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ കൈയെല്ലാം കാണിക്കണം. പക്ഷെ ഇതൊന്നും നമ്മുടെ ഗൗതവും നിധിയും കാണുന്നില്ല. എങ്ങനെയായിരിക്കും ഈ ടെൻഡർ അയാൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതമിന് ഒരേ ടെൻഷൻ. നിധിയാണെങ്കിൽ മൊത്തം അമ്പരപ്പെട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് എനിക്കും സാറിന് മാത്രമേ ഇത് അറിയുമായിരുന്നുള്ളൂ, എങ്ങനെ ഇത് പുറത്തോട്ട് പോയി എന്ന് നിധിക്ക് അറിയുന്നില്ല, ഗൗതമിന് അറിയുന്നില്ല. ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. വന്നു കഴിഞ്ഞ് സാർ ഇതെങ്ങനെ സംഭവിച്ചു? ₹1 വ്യത്യാസത്തിലാണ് അവർ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മുടെ കമ്പനിയിൽ നിന്ന് ആരും ഒറ്റ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഇയാൾക്ക് ഇത് കിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് നിധി പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ പിന്നാലെ നമ്മുടെ വസുവും അതേപോലെ ശിവാനിയും വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ നിധി സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറയും, എങ്ങനെ പോയി? അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മേലേക്ക് ഈ കുറ്റം വരും പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ടെൻഡറിൻ്റെ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് അറിയണ്ട. ഗൗതവും നിധിയും മാത്രം അറിഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് അതാണ്. എങ്ങാനും ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ മേലേക്ക് വരുന്ന എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോഴേക്കും എന്താ വരുന്നു CK ചന്ദ്രബോസ് സന്തോഷത്തോടെ. ഈ ടെൻഡർ എനിക്ക് കിട്ടിയതിൽ ഒരുപാട് നന്ദി, എനിക്ക് വിട്ടു തന്നതിന് ഒരുപാട് നന്ദി എന്നെല്ലാം പറഞ്ഞ് ഗൗതമിനോട് പറയണം. ഗൗതമാണെങ്കിൽ ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഗൗതം എനിക്ക് നിൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം എന്ന് പറയണം. അപ്പോൾ ഗൗതം ഒന്നും മിണ്ടാതെ നിന്ന് കൊടുക്കണം. അങ്ങനെ CK ചന്ദ്രബോസ് ഒരു സെൽഫി എല്ലാം എടുത്തിട്ട് പറയും, ഗൗതം സാധാരണ സെൽഫി എടുക്കാൻ എന്നെ ആവശ്യപ്പെട്ടിട്ട്, അതായത് സാറൊന്ന് സെൽഫി എടുക്കണം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ആൾക്കാർ വന്ന് ചോദിച്ചിട്ടാണ് ഞാൻ നിന്ന് കൊടുക്കാറ്. പക്ഷേ ഞാൻ ഇന്ന് നിൻ്റെ റിക്വസ്റ്റ് ചെയ്തിട്ട് നിൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുത്തു. എന്തിനാണെന്നറിയോ? ഈ ടെൻഡർ എനിക്ക് കിട്ടിയതിനെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് നിധിയുടെ അടുത്ത് പോയിട്ട്, നിധി ഒരുപാട് നന്ദിയുണ്ട് ഈ ടെൻഡർ എനിക്ക് സമ്മാനിച്ചതിന്, എന്നെ സഹായിച്ചതിന് എന്നെല്ലാം പറഞ്ഞ് നിധിയോട് നന്ദി പറയണം. അപ്പോൾ വസു പറയുന്നുണ്ട്, നിധി എന്തിനാണ് നിന്നോട് അയാൾ നന്ദി പറഞ്ഞത്? നീയാണോ ഇത് ഒറ്റ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് വസുന്ധര ചോദിക്കുകയാണ്. അതേപോലെ ഗൗതമൻ ചോദിക്കുന്നുണ്ട്, നിധി എന്തിനാണ് നിന്നോട് അയാൾ താങ്ക് യു പറഞ്ഞത്, എന്തിനാണ് നന്ദി പറഞ്ഞത്, നീയാണോ ഒറ്റ കൊടുത്തത് എന്നുള്ള രീതിയിൽ ഗൗതമിൻ്റെ ആക്ഷനും റിയാക്ഷനും എല്ലാം കൂടി ഒരുമിച്ച് വരികയാണ്. അപ്പം നമ്മുടെ നിധി എന്ത് പറയുന്നറിയോ? സാർ ഞാനല്ല ഇതൊന്നും ചെയ്തത്, വസുന്ധര മേഡമാണ് നമ്മൾ ഒറ്റ കൊടുക്കാനായിട്ട് ചെയ്തത്, ₹1 വ്യത്യാസത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞ് വസുവിൻ്റെ നേരെ കൈ ചൂണ്ടാണ് നമ്മുടെ നിധി. അപ്പോൾ ഗൗതം എന്ന് പറയുന്നറിയോ, എന്താ നിധി നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ദൈവത്തിനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയാണ്, ദൈവത്തിനെ പോലെ സ്നേഹിക്കുന്ന ആളാണ് ഈ അമ്മ. ഈ അമ്മ എന്നെ ഒറ്റ കൊടുക്കുമോ? സ്വന്തം മോനെ ഒറ്റ കൊടുക്കുമോ? എൻ്റെ അമ്മ ഒരിക്കലും ചെയ്യില്ല. ആ അമ്മയാണോ നീ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മുടെ അമ്മയെ അടിക്കാൻ പറ്റില്ലല്ലോ, വസുവിനെ അടിക്കാൻ പറ്റാത്തത് കാരണം നിധിയെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കയ്യൊങ്ങി ശരിക്കും ഒരു അടി കൊടുക്കും. നിധി അമ്പരപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നിധി ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ വസു ഇങ്ങനെ പറയും, ₹1 വ്യത്യാസത്തിലാണ് പോയിട്ടുള്ളത്, അപ്പോൾ എന്തായാലും നിധി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് വസുന്ധര സന്തോഷപ്പെട്ടിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവാനിയാണെങ്കിൽ വസുന്ധരയെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് മൊത്തത്തിൽ ടെൻഷനാണ് കേട്ടോ നമ്മുടെ ഗൗതം. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണെങ്കിലോ ഇവരുടെ വരവും കാത്ത് ടെൻഡർ നമുക്ക് തന്നെ, ജപ്പാൻ ടെൻഡർ നമുക്ക് തന്നെ കിട്ടി എന്ന് തന്നെ വിശ്വസിച്ച് പാറുവും ഗോപിയും അതേപോലെ യാമിനിയും എല്ലാവരും കൂടെ ആരതിയൊക്കെ എടുത്ത് ഒഴിയാനായി റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗൗതമിൻ്റെ വന്നിറക്കം വന്നത്. നമ്മുടെ പാറു ആരതി എടുത്തിട്ട് പോകുമ്പോൾ നമ്മുടെ ഗൗതം അതൊരു ഒറ്റ തട്ടിത്തെറിപ്പിക്കലാണ്. എന്നിട്ട് പറയും, എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടണം. അപ്പോൾ മോനെ നിനക്ക് എന്ത് പറ്റിയാ? ജപ്പാൻ ടെൻഡർ നിനക്ക് കിട്ടിയില്ലേ, നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ ഇങ്ങനെയുള്ള ഒരാളല്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ പാറു പറയുന്നുണ്ട്. അത് കിട്ടിയില്ല, ₹1 വ്യത്യാസത്തിൽ പോയി, നിധി നമ്മളെ ചതിച്ചു, കമ്പനിയിലെ നിധി നമ്മളെ ചതിച്ചു എന്ന് പറഞ്ഞ് പിന്നെ വസുന്ധര ഇങ്ങനെ വസുന്ധരയും ശിവാനി ആവർത്തിച്ച് ഈ ₹1 കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോപി എന്ത് പറയും, എന്താ വസുന്ധര നീ പറയുന്നത്? സ്വന്തം ഭർത്താവിനെ ഭാര്യ ചതിക്കുമോ? ഗൗതമിൻ്റെ ഭാര്യയല്ലേ നിധി എങ്ങനെ ചതിക്കാനാണ് ഗൗതമിനെ? അങ്ങനെയൊന്നും ചെയ്യില്ല നിധി ഒരിക്കലും എന്ന് പറയാണ്. അത് കഴിഞ്ഞ് ആ യൂണിയൻകാരൻ വസുന്ധരയെ വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞിട്ട്, മേഡം ആ ജപ്പാൻ ടെൻഡർ നമുക്ക് കിട്ടിയില്ല അല്ലേ, ആരായിരിക്കും ആ ₹1 വ്യത്യാസത്തിൽ നമ്മളെ ചതിച്ച ആൾ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഓഫറുകൾ തരാമെന്ന് സാറ് പറഞ്ഞതായിരുന്നു
ഇനിയിപ്പോൾ ഓഫറൊന്നും കിട്ടില്ലല്ലോ, എന്താണെങ്കിലും ഈ കമ്പനിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞ് അവരെന്തായാലും കണ്ടുപിടിക്കും ആരാണ് ഈ കമ്പനി ചതിച്ചതെന്ന് ഉറപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം എന്നെല്ലാം പറഞ്ഞ് ആ യൂണിയൻകാരൻ പറഞ്ഞിട്ട് ഫോൺ വെക്കണം. അപ്പോഴാണ് ആരാ ചതിച്ചതെന്ന് പിന്നെ വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വസുന്ധര പറയുന്നുണ്ട്, നിധിയാണ് നമ്മളെ ചതിച്ചത്. നിധിക്കും അതേപോലെ ഗൗതമിനും മാത്രമേ ഈ ടെൻഡറിന് എമൗണ്ട് എത്രയാണെന്നുള്ളത് അറിയുള്ളൂ, എനിക്ക് കൂടെ അറിയില്ല. എങ്ങനെ പിന്നെ ലീക്കായി, എങ്ങനെ ലീക്കാവാൻ ചാൻസ് ഉണ്ട്, നിധി തന്നെയല്ലേ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗൗതം ദേഷ്യപ്പെട്ട് റൂമിലോട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് പിന്നാലെ പാറു പോകുന്നുണ്ട് കേട്ടോ. പോയി കഴിഞ്ഞിട്ട്, എന്തിനാ മോനെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നിന്നെ ഇതേപോലെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ജീവിതം ഉണ്ടെങ്കിലല്ലേ കമ്പനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സന്തോഷം ഉണ്ടെങ്കിലല്ലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ജീവിതവും ജോലി ഉണ്ടെങ്കിലല്ലേ ക്യാഷ് കിട്ടുള്ളൂ, അല്ലാതെ ക്യാഷ് കിട്ടിയിട്ട് എന്താ കാര്യം, നീ എന്തിനാ ഇങ്ങനെ ഷോക്കാവുന്നത്, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിധി ഒരിക്കലും നിന്നെ ചതിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും ഈ പണി തന്നിട്ടുണ്ടാവുക, ഒരിക്കലും നിധി നിന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞ് പാറു വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിധിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അയാളാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് താങ്ക് യു പറഞ്ഞു, എന്തിനായിരിക്കും എന്നെ കൊണ്ട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവുക എന്നെല്ലാം പറഞ്ഞ് നിധി ഷോക്കിലിരിക്കണം. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും സങ്കടകരമായ മുഹൂർത്തങ്ങളാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.